ദൈവത്തിന് നൽകാൻ ജീവിതത്തിൻ്റെ സൗരഭ്യമാർന്ന യുവത്വം തന്നെയാണ് വേണ്ടത്. ബോണി ചെല്ലാനത്തിൻ്റെ ICUവിൽ എത്തും മുമ്പേ അതാണ് നമ്മോട് പറയുന്നത്. റോസ് കഴിവും സാമർഥ്യവും വിദ്യാഭ്യാസവും സൗന്ദര്യവുമുള്ള യുവതിയാണ്. എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിജയങ്ങൾ അവൾക്ക് സ്വന്തമായിരുന്നു. നല്ല ജോലി, ഉയർന്ന ജീവിത സൗകര്യം, ഉന്നത ബന്ധങ്ങൾ, അങ്ങനെ ഒത്തിരി ഉല്ലാസമുള്ള ജീവിതം. ഒരിക്കൽ സ്പീഡ് പോസ്റ്റിൽ അവൾക്കൊരു ഗിഫ്റ്റ് ബോക്സ് വന്നു. അയച്ചതാരാണെന്ന് ശ്രദ്ധിച്ചു. അവളെ നന്നായി അറിയാവുന്ന ആൻറ്റിയുടേതായിരുന്നു സമ്മാനം. സന്തോഷത്തോടെ അവൾ ഗിഫ്റ്റ് ബോക്സ് തുറന്നു. അതിൽ വാടിയതും അഴുകിത്തുടങ്ങിയതുമായ റോസാപ്പൂക്കൾ. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾക്കൊത്തിരി വിഷമം തോന്നി. ഫോണിലൂടെയല്ല, ആൻറ്റിയുടെ വീട്ടിലെത്തി അവൾ നേരിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആൻറ്റി ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ആൻറ്റി അവളോട് പറഞ്ഞു, മോളെ, ഞാൻ അറിയാതെയല്ല മോശം പൂക്കൾ അയച്ചു തന്നത്. നീ വയസ്സായി വാർദ്ധക്യത്തിലാവുമ്പോൾ കർത്താവിലേക്ക് വന്ന് നല്ല ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരാളോട് പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നിന്റെ സൗന്ദര്യവും ശക്തിയും ക്ഷയിച്ച് ജരാനര ബാധിക്കുമ്പോൾ കർത്താവിനെ സേവിക്കാനുള്ള നിന്റെ താല്പര്യം അഴുകിയ പൂക്കൾ ഒരാൾക്ക് നൽകി അപമാനിക്കുന്നത് പോലെയാണ്. അത് നിന്നെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആൻറ്റിയുടെ വാക്കുകൾ റോസിനെ ചിന്തിപ്പിച്ചു. തൻ്റെ യൗവനം കർത്താവിനായി സമർപ്പിക്കുവാൻ തീരുമാനിച്ചാണ് അന്ന് റോസ് വീട്ടിലേക്ക് തിരിച്ചത്. യൗവനത്തിൽ തന്നെ കർത്താവിനെ അറിഞ്ഞ് അവനായി ജീവിക്കാനായാൽ അതിലും വലിയ മറ്റെന്തു ഭാഗ്യമുണ്ട്. 19ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ ആദ്യ നവീകരണ ധ്യാനം. ആ ധ്യാനത്തെ ദൈവം എനിക്കായി നൽകിയ സുവർണാവസരം എന്ന് വിളിക്കാനാണിഷ്ടം. അന്ന് ധ്യാനങ്ങൾ എന്താണെന്ന് അറിയാത്ത കാലം. ധ്യാനങ്ങളോടും ധ്യാന ഗുരുക്കന്മാരോടും മനസ്സിലൊട്ടും താല്പര്യമില്ലായിരുന്നു. കൂട്ടുകാരൻ്റെ കൂടെയുള്ള നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നതിനാലാണ് ധ്യാനത്തിലെത്തിയത്. ഒരാഴ്ചത്തെ ധ്യാനത്തിൽ ആദ്യ 3 ദിനവും അസ്വസ്ഥതയുടെയും സംശയങ്ങളുടേതുമായിരുന്നു. ഒന്നും പ്രാർത്ഥിക്കാനാവാത്ത മനസ്സോടെ 4ാം ദിനവും ആരാധനയ്ക്കിരിക്കുമ്പോൾ ധ്യാനഗുരുവിൻ്റെ മുഴക്കമുള്ള സ്വരം കാതിൽ പതിച്ചു. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. അന്നാ പ്രായത്തിൽ ഈ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കാനായത് ദൈവകൃപ ഒന്നു മാത്രം. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? 4ഉം 5ഉം കുഴലും വെച്ച് ICUവിൽ കിടക്കുമ്പോഴല്ല ദൈവത്തെ കേൾക്കേണ്ടത്. നല്ല പ്രായത്തിൽ, യൗവനത്തിൽ കർത്താവിനെ ഓർക്കാനാവണം, അവനായി ജീവിക്കാനാവണം. ഇതാണ് സഭാപ്രസംഗകൻ 12:1 പറയുന്നത്. ഈ ബോധ്യം ഉള്ളിൽ നിറച്ചതാണ് ദൈവം എന്നോട് കാണിച്ച കരുണ. ദൈവം തന്ന ഈ ജീവിതത്തിൽ ഏറ്റവും നല്ലതേ എന്നും അവിടത്തേക്ക് നൽകാവൂ എന്ന തിരിച്ചറിവുണ്ടായി. യൗവനമാണ് കർത്താവിന് നൽകേണ്ട ഏറ്റവും സുന്ദരമായ പ്രായം. യൗവനം കർത്താവിന് നൽകേണ്ടത് നാളെയല്ല, ഇന്നാണ്, ഇപ്പോഴാണ്. ഇത് മറന്നു പോകാതിരിക്കാൻ മുറിയിൽ ബുക്കുകളിൽ കാണുന്നിടത്തൊക്കെ സഭാപ്രസംഗകൻ 12:1 എഴുതിവെച്ചിരുന്നു. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഈ വചനം കാണുമ്പോഴെല്ലാം ഈശോയോട് പറയുമായിരുന്നു, ഈശോയെ, എൻ്റെ യൗവനം ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത് ഇങ്ങനെയാണ്: യൗവനത്തിൽ കൂടെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവശൈലി വളർത്തിയെടുക്കുക. ജോലി സമയങ്ങളിൽ, യാത്രയിൽ, ഉറക്കം വിട്ടുണരുന്ന നേരങ്ങളിലൊക്കെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ദൈവത്തിനായി സമർപ്പിച്ചവന് സ്വന്തം ഇഷ്ടങ്ങളില്ല, അവകാശവാദങ്ങളില്ല. എല്ലാ അവകാശവാദങ്ങളും നഷ്ടമാകുമ്പോഴും അവൻ ശാന്തത കൈവിടുന്നില്ല. അതെ, സമർപ്പണം യൗവനത്തിൽ തന്നെ വേണം. യുവജനങ്ങളെ, ഇതാണ് സമയം. ദൈവത്തിനായി സമർപ്പിച്ച യൗവനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ശാന്തത നിറഞ്ഞ യൗവനങ്ങൾ ഇനിയുമുണ്ടാകട്ടെ.